വിഴിഞ്ഞം സ്വർണ്ണപ്പണയ തിരിമറി കേസിലെ പ്രതി സിന്ധുകുമാരിക്കെതിരെ പരാതിയുമായി കൂടുതൽ പേർ രംഗത്ത് വരികയാണ്. ഇതുവരെ 12ഓളം പരാതികൾ സിന്ധുവിനെതിരെ ലഭിച്ചിട്ടുണ്ട്. തട്ടിയെടുത്ത സ്വർണം ഉപയോഗിച്ച് പ്രതി ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു എന്നാണ് കണ്ടെത്തൽ. സിന്ധുകുമാരി നിലവിൽ റിമാൻഡിലാണ്. ഹാൻസ് ജോൺ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. ഹാൻസെ, ഗുഡ് മോർണിംഗ്. എന്താണ് സിന്ധുകുമാരിക്കെതിരായ പുതിയ കണ്ടെത്തലുകളും പരാതികളുടെ ഉള്ളടക്കവും? സേതു, ഈ വിഴിഞ്ഞത്ത് പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനത്തിലെ 2 ജീവനക്കാരിൽ നിന്ന് 70 പവനോളം സ്വർണം തട്ടിയെടുത്തു എന്നുള്ള കേസിലാണ് ഈ സിന്ധുകുമാരി ഇപ്പോൾ റിമാൻഡിലുള്ളത്. തിരുവനന്തപുരം സ്വദേശിയാണ് ഈ സിന്ധുകുമാരി. ഇവരുടെ ഒരു പതിവ് രീതിയാണ്, അല്ലെങ്കിൽ പതിവ് തട്ടിപ്പ് രീതിയാണ് ഇതെന്നാണ് പോലീസ് ഇപ്പോൾ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഈ ധനകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന 2 യുവതികളിൽ നിന്ന് ഇത്തരത്തിൽ 70 പവനോളം സ്വർണം ഇവർ കവർന്നെടുക്കുകയും ഈ സ്വർണം മറ്റ് സ്ഥാപനങ്ങളിൽ പണയം വെച്ചുകൊണ്ട് ചെറിയ കമ്മീഷൻ ഇവർക്ക് നൽകുകയും ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് ഈ സ്വർണം തിരികെ നൽകാത്തതിനെ തുടർന്ന് ഈ 2 യുവതികളും, തിരുവനന്തപുരം സ്വദേശികളായിട്ടുള്ള 2 യുവതികളും ജീവനെടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസമാണ് രണ്ടാമത്തെ യുവതി ഐശ്വര്യ മരണപ്പെടുന്നത്. ഇതിനുശേഷം ഈ വിഷയങ്ങളെല്ലാം പുറത്തു വന്ന് സിന്ധുകുമാരി ഇത്തരത്തിൽ ഒരു ക്രിമിനലാണ് എന്നുള്ള വിവരം നാട്ടുകാർ അറിഞ്ഞതിന് പിന്നാലെയാണ് നിരവധി പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ പണം തട്ടിയതുമായി ബന്ധപ്പെട്ട്, സ്വർണം തട്ടിയതുമായി ബന്ധപ്പെട്ട് സിന്ധുകുമാരിക്കെതിരെ ഇപ്പോൾ വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിൽ ലഭിക്കുന്നത്. ഇതുവരെയും 12ഓളം പരാതികൾ സമാനമായ രീതിയിലുള്ളത് പോലീസിന് ലഭിച്ചു എന്നാണ് വിഴിഞ്ഞം പോലീസ് അറിയിക്കുന്നത്. കഴിഞ്ഞ ദിവസം മാത്രം 32 പവനോളം സ്വർണം സിന്ധുകുമാരി തട്ടിയെടുത്തതായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു പരാതി ലഭിച്ചിട്ടുണ്ട്. 32 പവനോളം സ്വർണം എന്ന് പറയുമ്പോൾ 40 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന സ്വർണം പലരിൽ നിന്നായി കവർന്നിട്ടുണ്ട്, അല്ലെങ്കിൽ തട്ടിയെടുത്തിട്ടുണ്ട് എന്നാണ് പോലീസിന് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ലഭിച്ച തുക, അല്ലെങ്കിൽ ഈ പണം ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ആഡംബര ജീവിതം സിന്ധുകുമാരി നയിച്ചിരുന്നു എന്നുകൂടിയാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ ഈ സ്വർണം എങ്ങനെയാണ് ഇവർ കൈകാര്യം ചെയ്തത്, എവിടെയാണ്, ഏതൊക്കെ ധനകാര്യ സ്ഥാപനങ്ങളിലാണ് പണയം വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഇവർ വിറ്റോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള തട്ടിപ്പ്, വലിയ തുക വരുന്ന തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ചിന് ഈ അന്വേഷണം കൈമാറിയാലോ എന്നുള്ള ചർച്ചയും നടക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ഈ സിന്ധുകുമാരി കേസുമായി ബന്ധപ്പെട്ട് റിമാൻഡിലാണ്. അവരെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും എന്നും അറിയിച്ചിട്ടുണ്ട്. സേതു. ഓക്കെ ഹാൻസെ, ശരി. ഇപ്പം ഒരു സ്ഥിരം തട്ടിപ്പുകാരിയാണ് സിന്ധു എന്ന് വേണം ഈ പരാതികളിൽ നിന്നും മനസ്സിലാക്കേണ്ടത്.